വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിലാണ്, കൊട്ടാരക്കര. നമുക്ക് ഇവിടുത്തെ കുറച്ച് ഏരിയൽ ഷോട്ടൊക്കെ ഒന്ന് കണ്ടാലോ? എന്നാൽ മേലോട്ട് പോയിക്കോ. അങ്ങനെ നമ്മൾ കൊട്ടാരക്കര പുലമൺ ജംഗ്ഷന്റെ മുകളിലൂടെ പറക്കുവാണ്. ഇതിനു മുന്നേ ഞാൻ കൊട്ടാരക്കര ഡ്രോണിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ അതിൽ കൂടെ വന്ന കമൻറ്റിൻ്റെ ബേസിസ് ചെയ്തിട്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൊട്ടാരക്കരയുടെ വ്യൂ കാണിക്കുന്നത്. ഇത് അടുത്ത വ്യൂ ആണ് കൊട്ടാരക്കരയുടെ. 4 ഭാഗങ്ങളുണ്ട്: കൊല്ലം, പുനലൂർ, കോട്ടയം, അതേപോലെ ട്രിവാൻഡ്രം. 4 സൈഡും കാണിച്ചിട്ടുണ്ട് ഇതിൽ. LIC, അമ്പലക്കര ബിൽഡിംഗ്, ഇങ്ങനെ പല സൈഡും നമുക്ക് കാണാം. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് നമുക്ക് കാണാം. എല്ലാവർക്കും ഈ വീഡിയോ നല്ലപോലെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ദയവായിട്ട് ചെയ്യുക. ഇതാണ് കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡ്. കൊട്ടാരക്കര ചന്തമുക്കിലോട്ടാണ് നമ്മൾ അടുത്തത് മുകളിലൂടെ പറന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മർത്തമ സ്കൂൾ, അങ്ങനെ സൈഡിലൊരു പള്ളി, ഇതെല്ലാം നമുക്ക് കാണാം. ഇതാണ് ചന്തമുക്ക്. ചന്തമുക്കിൽ നിന്നാണ്ടേ ഇവിടെ മാർക്കറ്റ് വരുന്നു. നേരെ അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഞാൻ പോകുന്ന പള്ളിയാണ് മർത്തമ്മ പള്ളി. നമുക്ക് അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ കണ്ടിട്ട് വരാം. എന്താ ഭംഗിയാണല്ലേ! അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. എന്തായാലും മാർക്കറ്റിൻ്റെ മുകളിലൂടെ പോയപ്പോൾ നമുക്കൊന്ന് മാർക്കറ്റ് കണ്ടുവരാം അല്ലേ? അങ്ങനെ മാർക്കറ്റൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമുക്ക് കാണാം ഗണപതി അമ്പലം, അതിൻ്റെ പരിസരവും. ഈ വ്യൂ കണ്ടോ? അടിപൊളി വ്യൂ. ഒരു ബോട്ടിൻ്റെ ഫ്രണ്ട് പോലെ ഇരിക്കുന്നത് നമ്മുടെ ലക്ഷ്മി ബേക്കേഴ്സിൻ്റെ ആ സൈഡാണ്, ഒരു സൈഡ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകുമ്പോൾ കൊല്ലം റൂട്ട്. എന്താ രസമാണല്ലേ!
അതേപോലെ നമ്മുടെ ബോയ്സ് ഗ്രൗണ്ട്. അടുത്ത ഇതാണ് ഗണപതി അമ്പലം. ഭയങ്കര ഫേമസ് ആണ്. പല ആക്ടേഴ്സൊക്കെ ഇവിടെ വരുന്നതാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വേറെ ചാനലൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇതാണ് ബോയ്സ് സ്കൂള്. നമുക്ക് നേരെ തിരിച്ചു വരാം. ചന്തമുക്കിലോട്ട് നമ്മൾ വരുവാണ്. ഈ സ്ഥലമാണ് IHRD. ഞാൻ ഓടിച്ചങ്ങ് എടുത്തതേ ഉള്ളൂ. അങ്ങനെ നേരെ നമുക്ക് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ വരാം. എന്താ ഭംഗിയല്ലേ? മാക്സിമം എല്ലാ വ്യൂവും ഒരുവിധം ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.